ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ആദർശം നയനയും പൂ മേടിക്കുന്ന പൂക്കടയുടെ മുമ്പിലേക്ക് കാറ് നിർത്താനായിട്ട് നവ്യ ആഫിയോട് പറയുന്നു. അതെന്തിനാ ഇവിടെ നിർത്തുന്നതെന്ന് ചോദിച്ച് ആഫി ദേഷ്യപ്പെടുന്നുണ്ട്. മുല്ലപ്പൂ കടയുടെ മുമ്പിൽ നിർത്തുന്നത് മുല്ലപ്പൂ മേടിക്കാനല്ലേ? നീ ഇറങ്ങി വാ, നമുക്ക് കുറച്ച് മുല്ലപ്പൂ മേടിക്കണമെന്ന്. മുല്ലപ്പൂ വേണമെങ്കിൽ നീ അങ്ങ് മേടിച്ചാൽ പോരെ, അതിന് ഞാൻ എന്തിനാ വരുന്നതെന്ന് അഭി ചോദിക്കും. അതൊന്നും പറ്റത്തില്ല, നീ വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അഭിയെ നിർബന്ധിച്ച് നവ്യ കടയുടെ മുമ്പിലേക്ക് കൊണ്ടുചെല്ലും. അപ്പം കടക്കാരി പറയുന്നുണ്ട്, ആദർശ് ഇവിടെ വന്ന് സ്ഥിരമായിട്ട് മുല്ലപ്പൂ മേടിക്കാറുണ്ടെന്നും 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാലൻസ് മേടിക്കാറ് പോലുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അഭി പറയുന്നുണ്ട്, അങ്ങേരുടെ ഓഫീസിൽ ഒരു സ്റ്റാഫ് മാത്രമാണ് ഞാൻ, അതുകൊണ്ട് എനിക്കങ്ങനെ കാശൊന്നും കളയാനില്ല എന്ന് പറയും. അപ്പം നവ്യ പറയും, എനിക്കൊരു 5 മുഴം പൂ വേണമെന്ന്. 5 മുഴമോ എന്ന് ചോദിച്ച് അഭി അതിശയപ്പെടും. അതെ, 5 മുഴം തന്നെ വേണമെന്ന് പറയും. എത്ര രൂപ എന്ന് ചോദിക്കുമ്പോൾ 300 രൂപ എന്ന് പറയും. അപ്പോൾ ഒരു മുഴത്തിന് എത്രയാണെന്ന് അഭി ചോദിക്കും. പറയും 60 രൂപ. അതെന്നാ മോന് കണക്കൊന്നും അറിയത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അഭി അങ്ങ് ചമ്മെന്നൊക്കെയുണ്ട്. എന്നിട്ട് 500 രൂപ എടുത്ത് കൊടുത്തിട്ട് ബാക്കി 200 ഇങ്ങോട്ട് താന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് മേടിച്ചുകൊണ്ട് അങ്ങ് പോവും. കാറിനകത്ത് കയറി കഴിയുമ്പോഴത്തേന് നവ്യ പറയും, ഈ പൂ എൻ്റെ തലയിൽ വെച്ച് തരാൻ. ഞാനൊന്നും വെച്ച് തരികയല്ല, ഞാൻ എന്തിനാണ് വെക്കുന്നതെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് അഭി. അതൊന്നും പറ്റത്തില്ല, നീ നന്നായിട്ട് എൻ്റെ തലയിൽ ആ പൂ വെച്ച് തന്നേ പറ്റത്തുള്ളെന്ന് നവ്യ പറയും. ആദർശേട്ടൻ നയനയുടെ തലയിൽ പൂ വെച്ച് കൊടുക്കുന്നത് പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് നവ്യ പറയും. നീ ഇതൊക്കെ നോക്കി നടക്കുകയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അഭി. അന്നേരത്തേന് നവ്യ പറയും, നീ ഇതൊന്നും നോക്കുന്നില്ല, അതാ നിൻ്റെ പ്രശ്നം. ഇതുപോലെ തന്നെ നീ എൻ്റെ തലയിൽ വെച്ച് തരണമെന്ന് പറയുമ്പോൾ അഭി അതങ്ങ് വെച്ച് കൊടുക്കും. എന്നിട്ട് പറയും, അലസമായിട്ടങ്ങനെ വെച്ചിട്ട് ആ പൂ താഴെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയും നിന്നെക്കൊണ്ട് പൂ മേടിക്കും കേട്ടോ എന്ന് പറയും. ഇനി നിനക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അഭി നവ്യയോട് ചോദിക്കുമ്പോൾ നവ്യ പറയും, നല്ല റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ. വെജിറ്റേറിയൻ പോരെന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, എടാ നീ എന്തായാലും മാലയിട്ട് നോയമ്പ് നോക്കുന്ന സമയമല്ലേ, അതുകൊണ്ട് നോൺ വെജ് വേണമെന്ന് ഞാൻ പറയത്തില്ല, എനിക്ക് അങ്ങനെയുള്ള നിർബന്ധമൊന്നുമില്ല, വെജിറ്റേറിയൻ തന്നെ മതിയെന്ന് പറഞ്ഞ് ഇവരങ്ങ് പോകുന്നു. ഇവരുടെ പോക്ക് കാണുമ്പോഴത്തേന് ആ പൂക്കാരി മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇതങ്ങനെ അധികകാലം ഓടുന്ന വണ്ടിയല്ലല്ലോ എന്ന്. പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനിരുന്ന് പ്രതിമയൊക്കെ ഉണ്ടാക്കുന്നതാണ്. നന്ദു അടുത്തിരിപ്പുണ്ട്. കനക അന്നേരം നയനയെ പിടിച്ചുകൊണ്ട് വന്ന് സിറ്റിയിലിരുന്നുണ്ട്. നയന ഉടനെ പറയും, എനിക്ക് ഇനി അച്ഛനെ സഹായിക്കണം, ന്യൂ ഇയർ ഒക്കെ ആയപ്പോൾ ഒത്തിരി ഓർഡറൊക്കെ കിട്ടിയതല്ലേ, അതുകൊണ്ട് ഇനി ഞാനിവിടെ സഹായിക്കാമെന്ന്. അപ്പം ഗോവിന്ദൻ പറയും, വേണ്ട മോളിനിയൊന്നും ചെയ്യേണ്ട, മോളെ കൊണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിച്ചാലേ ചോദിക്കാനും പറയാനും ഒക്കെ ഇനി ആൾ കൂടുതലുള്ളതാണ്, അതുകൊണ്ട് മോളൊന്നും ചെയ്യേണ്ടെന്ന്. ഡോക്ടർ എന്നോട് പറഞ്ഞല്ലോ അച്ഛാ, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. എന്തായാലും ഇനി അതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശ് അങ്ങോട്ട് വരുന്നത്. ആദർശ് വന്നല്ലോ, അതുകൊണ്ട് ഇനി എന്തായാലും മോൾ ഇനി അങ്ങോട്ട് ചോദിച്ചോളാൻ കനക പറയുന്നുണ്ട്. ആദർശ് വന്നിരിക്കുമ്പോഴത്തേന് ആദർശിനോട് നയന ഇങ്ങനെ എനിക്കിനി ജോലിയൊക്കെ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയും, ഇനി അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അച്ഛനോടും പറയും, അച്ഛൻ ഇനി പണിയൊന്നും ചെയ്യേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന്. അതൊന്നും സാരമില്ല മോനെ, ഞാൻ എന്തായാലും ഇതൊക്കെ ചെയ്യാൻ തന്നെയാണ് ജീവിതം, എനിക്കിനി അങ്ങനെ ചുമ്മാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ വല്ല അസുഖമൊക്കെ ഉണ്ടാകില്ലേ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചോളാം എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അമ്മയൊരു ചെക്ക് എൻ്റെ കയ്യിൽ തന്നു വിട്ടിട്ടുണ്ട്, ഇവക്ക് കൊടുക്കാമെന്ന് പറയും. അതെന്തിനാന്ന് എല്ലാവരും ചോദിക്കും. അന്നേരം പറയും, അത് കരൾ കൊടുത്ത പെൺകുട്ടിക്ക് കൊടുക്കാനായിട്ട് തന്നാന്ന് പറയും. അയ്യോ, അപ്പോൾ ആദർശേട്ടൻ എല്ലാവരോടും പറഞ്ഞോ, അമ്മയോട് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല, അറിയാതെ തന്നെ തന്നു വിട്ടതാന്ന് പറയും. അപ്പം നന്ദു പറയുന്നുണ്ട്, ആദർശേട്ടൻ പറഞ്ഞില്ലെങ്കിലും ആരെങ്കിലുമൊക്കെ ആ വീട്ടിൽ നിന്ന് അത് പറഞ്ഞു കൊടുത്ത് കാണും, അതുകൊണ്ട് ആ അമ്മ അങ്ങനെ തന്നു വിട്ടെന്ന് പറയും. ഇല്ല, അതൊന്നും അറിയാതാണ് അമ്മ തന്നതെന്ന് ആദർശ് പറയുന്നുണ്ട്. കാശിന് വേണ്ടിയല്ല ആദർശേട്ടൻ ഞാൻ അമ്മയ്ക്ക് കരൾ കൊടുത്തത്, എനിക്ക് ഈ ക്യാഷിനെക്കാട്ടിലൊക്കെ വലുതാണ് അമ്മയുടെ സ്നേഹം, അത് കിട്ടിയാൽ ഞാൻ ഒരുപാട് കോടീശ്വരിയായി, 1000 കോടിക്ക് എനിക്ക് അതിന് വിലയുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേന് ആദർശ് പറയും, അത് കിട്ടാൻ ഏറ്റവും പ്രയാസമെന്ന് പറയുമ്പോഴത്തേന് കനക പറയുന്നുണ്ട്, എന്തായാലും മക്കൾ എല്ലാവരും ശബരിമലയ്ക്കൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോൾ ഭഗവാൻ അതിനൊക്കെ ഒരു വഴി ഉണ്ടാക്കി തന്നോളും എന്ന് പറയും. എന്നിപ്പോൾ ആദർശ് പറയും, എന്നാൽ അച്ഛനെങ്കിലും ഈ ക്യാഷ് മേടിക്കണമെന്ന്. വേണ്ട മോനെ, ഇതൊരിക്കലും ഞങ്ങൾ മേടിക്കില്ല, അത് മോൻ്റെ കയ്യിൽ തന്നെ വെച്ചേക്കാൻ പറയും. അപ്പോൾ കനകയും പറയുന്നുണ്ട്, അത് മോൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, ഞങ്ങൾക്കാർക്കും ഈ ക്യാഷ് വേണ്ടെന്ന് പറയും. ഞങ്ങളുടെ അവിടെയും കുറേ പേരുണ്ട് ക്യാഷ് എന്ന് പറഞ്ഞ് ഇരിക്കുന്നവർ, അപ്പച്ചിയും അബിയും നമികയും അങ്ങനെയുള്ളവരെല്ലാവരും അതുപോലല്ല നിങ്ങളെന്ന് എനിക്ക് അറിയാം, അവരുടെ എല്ലാം മുമ്പിൽ നിങ്ങൾക്കാണിപ്പോൾ ഏറ്റവും കൂടുതൽ വിലയെന്നൊക്കെ ആദർശ് പറയും.
അനാമിക ഹാളിലിരിക്കുമ്പോഴത്തേന് ജലജ ഒരു ജ്യൂസൊക്കെ കൊടുത്തിട്ട് പറയും, ഇവളെ ഒന്ന് ചൂടാക്കിയേക്കാം എന്ന് പറഞ്ഞ് പറയും. മോളെ ഒരു സിനിമയ്ക്ക് പോലും ഇവിടുന്ന് അനി കൊണ്ടുപോകുന്നില്ലല്ലോ, കണ്ടില്ലേ അഭി നവിയും കൊണ്ട് പോകുന്നേ, അവനിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും മോളെ അനി കൊണ്ടുപോകത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങ് ദേഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് പറയും, മോളെ കാണാൻ എന്ത് സുന്ദരിയാ, എന്നിട്ടും മോളെ കൊണ്ടുപോകുന്നില്ലല്ലോ, ഇവിടെ ഒരുത്തിയെ കാണാൻ ഒരു ഭംഗിയില്ല, എന്നിട്ടും അവളെയും കൊണ്ട് അഭി നടക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് അനാമികയ്ക്ക് അങ്ങ് സന്തോഷമാവും. ആ സമയത്താണ് അഭിയും നവിയും അങ്ങോട്ട് കയറി വരുന്നത്. നീ എവിടെ ആരണ്ട ഇത്ര നേരം, ഇവളെയും കൊണ്ട് എവിടെയൊക്കെ പോയിരിക്കുകയായിരുന്നൊക്കെ ജലജ ചോദിക്കുമ്പോഴത്തേന് നവ്യ പറയും, ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് പോയതാണ്, പിന്നെ ഒരു സിനിമ കണ്ട് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചു, എന്നാലും കുറച്ചൊക്കെ സ്ഥലത്ത് പോകാനേ പറ്റിയില്ലെന്നൊക്കെ സന്തോഷത്തോടെ പറയുമ്പോഴത്തേന് അഭിയോട് ഉടനെ ജലജ ചോദിക്കും, നിനക്ക് എന്ത് പറ്റിയതാടാ ഇത് എന്ന് ചോദിക്കുമ്പോഴത്തേന് അഭി പറയും, മകരം വരെയൊക്കെ ഇങ്ങനെ അങ്ങ് പോകട്ടമ്മേ എന്ന് പറയുന്ന കേൾക്കുന്ന ഉടനെ അനാമി ചോദിക്കും, അപ്പം മകരം കഴിഞ്ഞോന്ന്. മകരം കഴിഞ്ഞാൽ കുംഭം, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ജലജ. അന്നേരത്തേന് നവി പറയും, നീ എന്തിനാ ഇതൊക്കെ തിരക്കുന്നത്, നിനക്ക് നിൻ്റെ ഭർത്താവിനോട് ചെന്ന് ചോദിച്ചൂടെ എന്താ നിന്നെ പുറത്തൊന്നും കൊണ്ടുപോകാത്തത്, സിനിമ കാണിക്കാൻ കൊണ്ടുപോകാത്തതും പുറത്ത് കൊണ്ടുപോകാത്തതെന്നൊക്കെ. അതെങ്ങനെയാണ് നിന്നെയും കൊണ്ട് പുറത്ത് പോകാൻ അവനൊരു ഇഷ്ടക്കേട് കാണും, നിന്നെ കാണാൻ ഒരു ഭംഗിയില്ലല്ലോ, അതുപോലാണോ ഞാൻ, എന്നെയും കൊണ്ട് ഇവന് പുറത്ത് പോയാൽ ഒരു കുഴപ്പമില്ല, ഞാൻ അതുപോലെ സുന്ദരിയാന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് അനാമിക ദേഷ്യപ്പെട്ടങ്ങ് നിൽക്കും. നവി അവിയോടും ചോദിക്കുന്നുണ്ട്, എടാ ഞാൻ സുന്ദരിയല്ലേ എന്ന്. അന്നേരത്തേന് അവിക്ക് എന്നാ പറയണമെന്ന് അറിയത്തില്ല. എന്നിട്ടും അഭി പറയും, പിന്നെ നീ സുന്ദരിയാണ് എന്ന് പറഞ്ഞ് അകത്തോട്ടങ്ങ് കയറിപ്പോവും. ഉടനെ നവിയും പറയും, കേട്ടോ അഭി പറഞ്ഞത് എന്ന് പറഞ്ഞ് അവളും അകത്തോട്ടങ്ങ് പോകുന്നുണ്ട്. ഉടനെ തന്നെ അനാമിക ജലജയോട് ചോദിക്കുന്നുണ്ട്, എന്താ അപ്പച്ചി ഒന്നും പറയാതിരുന്നത്, അപ്പച്ചിക്ക് അവളുടെ ചെവിക്കലിനൊരെണ്ണം കൊടുക്കാൻ വയ്യായിരുന്നു, ഇച്ചിരി മുമ്പേ അപ്പച്ചി പറഞ്ഞത് അവളെക്കാൾ സുന്ദരി ഞാനാണെന്ന് എന്നൊക്കെ പറയുമ്പോഴത്തേന് ജലജ പറയും, അയ്യോ എനിക്ക് പേടിയാ അവളെ തല്ലാൻ. അതെന്താണെന്ന് ചോദിക്കും, പറയും, അവളെങ്ങാനും തിരിച്ചു തല്ലിയാൽ നാട് മുഴുവൻ അറിയും, നാണക്കേടാകും, അതിലും ഭേദം അവളുമായിട്ട് കൊമ്പ് ഓർക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞ് ജലജയെ അങ്ങോട്ട് പോകാൻ തുടങ്ങും. അന്നേരത്തേന് അനാമിക പറയുന്നുണ്ട്, അമ്മയും കൊള്ളാം മോനും കൊള്ളാം, ഒന്നിനും കൊള്ളത്തില്ലെന്ന്. ആ ദേഷ്യത്തോടു കൂടി അനാമിക അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അനി അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അനിയോട് ചോദിക്കും, നീ എന്തൊരു ഭർത്താവാടാ, നീ എന്തുകൊണ്ടാണ് എന്നെ ഒരു സിനിമയ്ക്കൊക്കെ കൊണ്ടുപോകാത്തെന്ന്. ഈയിടെ ഇറങ്ങിയ സിനിമയൊന്നും കാണാൻ കൊള്ളത്തില്ല, മുഴുവൻ അശ്ലീലമൊക്കെ അല്ലേ, അതുകൊണ്ട് ഞാൻ ആ സിനിമകളെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ലെന്ന് പറയും. അതൊക്കെ നിനക്ക് പറഞ്ഞാൽ മതിയല്ലോ, നിനക്ക് എല്ലാത്തിനും ഒരു ന്യായീകരണം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അനാമിക അങ്ങ് വഴക്ക് തുടങ്ങുന്നുണ്ട്. അപ്പം അനാമിക പറയും, നീ നോക്ക്, ഈ വീട്ടിലെ ഏറ്റവും നെഗറ്റീവ് ക്യാരക്ടർ അഭിയാണെന്നല്ലേ നീ പറഞ്ഞേ, അഭി വരെ നവിയെ സ്നേഹിക്കാൻ തുടങ്ങി, അവർ പുറത്ത് പോകുന്നു, ഫുഡ് കഴിക്കുന്നു, സിനിമയ്ക്ക് പോകുന്നു, എല്ലാം ചെയ്യുന്നു, നീ എന്താ എന്നെ ഇതൊന്നും ചെയ്യിക്കാമെന്ന് പറയും. നിന്നെയും കൊണ്ട് പുറത്ത് പോകണമെന്നൊന്നും എനിക്ക് ഒരാഗ്രഹമില്ലെന്ന് പറയും. എനിക്ക് നിന്നോട് കൂടെയുള്ള ജീവിതം മതിയായെന്ന് അനിയോട് അനാമിക പറയുന്നുണ്ട്. അപ്പോഴത്തേന് അനി പറയും, എന്നാൽ പിന്നെ നീ എന്തിനാ ഇവിടെ വിഷമിച്ച് നിൽക്കുന്നത്, നിൻ്റെ വീട്ടിൽ തന്നെ പൊക്കോളാൻ പറയും. അതൊക്കെ കേട്ടുകൊണ്ടാണ് ദേവയാനി മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പം ദേവയാനി ചോദിക്കും, എന്താ മക്കളെ ഇങ്ങനെ എപ്പോൾ നോക്കിയാലും നിങ്ങൾ തമ്മിൽ വഴക്കാണല്ലോ എന്ന്. അത് അമ്മ ഇവൻ്റെ വർത്തമാനം കേട്ടാൽ എനിക്ക് സഹിക്കത്തില്ല, അത് കാരണം വല്യമ്മേ ഞാൻ ഇങ്ങനെ എങ്ങനെയാണ് വിഷമിച്ച് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടും സങ്കടപ്പെട്ടും ഒക്കെ അനാമിക അങ്ങ് പോവും. അപ്പോഴത്തേന് ദേവയാനി അനിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ മോനെ എപ്പോഴും അവളെ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്, അവളെ എന്തിനാ കരയിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേന് അനി പറയുന്നുണ്ട്, അവൾ കരയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ കരയുന്നുണ്ട്, പക്ഷെ അത് കാണാൻ ഇവിടെ ആരുമില്ലല്ലോ എന്ന് പറയും. ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ നിനക്ക് ഭാര്യയായിട്ട് കിട്ടിയിട്ട് നീ അതിനെ എന്തിനാണ് വിഷമിപ്പിക്കുന്നതെന്നൊക്കെ അനാമികയെക്കുറിച്ച് ദേവയാനി അനിയോട് പറയുന്നുണ്ട്. അപ്പോൾ അനി പറയും, ഈ വീട്ടിൽ വന്ന് കയറിയതിൽ ഏറ്റവും നല്ല മരുമകളെന്ന് പറയുന്നത് നയനയാന്ന് പറയും. ഇനി എന്തിനാ നീ ഈ വർത്തമാനത്തിനൊക്കെ ഇടയിൽ നയനയുടെ പേര് വലിച്ചെഴുതിക്കുന്നത്, എനിക്ക് അവളുടെ പേര് കേൾക്കുന്ന പോലും ഇഷ്ടമല്ലെന്ന് നിനക്കറിയത്തില്ലെന്ന് ദേവയാനി ചോദിക്കും. നയനയുടെയും ആദർശേട്ടനും നേരത്തെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഭയങ്കര വഴക്കായിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ടല്ലേ ഇപ്പം ആദർശേട്ടൻ നയനയുടെ ആരാധിക്കാൻ തുടങ്ങിയതെന്ന് പറയും. അവൻ അവളെ ആരാധിക്കാനും തുടങ്ങിയോന്ന് ദേവയാനി ചോദിക്കും. അതെ, ആദർശേട്ടൻ മാത്രമല്ല ഞാനും ആരാധിക്കാൻ തുടങ്ങിയെന്ന് പറയും. നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്, എന്തിനാ ഇവളെ ഇങ്ങനെ എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത് ദേവയാനി ചോദിക്കും. അത് വല്യമ്മയ്ക്ക് മാത്രമേ മനസ്സിലാകാത്തുള്ളൂ, നയനേടത്തിയുടെ ഓരോ നന്മകളും കൂട്ടി വായിച്ചാൽ വല്യമ്മയ്ക്ക് അത് മനസ്സിലാകുമെന്ന് പറയും. എന്താ ഞാൻ അറിയാത്ത പരുവത്തിൽ അവൾക്ക് ഇതുമാത്രമുള്ള നന്മ ഇരിക്കുന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറയണമെന്ന് പറയും. അല്ലാതെ എല്ലാവരും അവളെ ഇങ്ങനെ പൂഴ്ത്തിക്കൊണ്ട് നടക്കാതെ കാര്യം പറയുമ്പോൾ അനിക്കാണ് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അനി എന്നിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.